ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, മുതഅല്ലിമുകൾ, മുഅ്മിനീങ്ങളെ, മഹാനായ ഖുർറത്തു സാദാത്ത് മഹാനവറുകളുടെ ഒന്നാം വാർഷിക ഉറൂസ് പരിപാടിയുടെ ഉദ്ഘാടന സെഷനിലാണ് നാം ഉള്ളത്. ധാരാളം മഹത്തുക്കൾ ആശംസ അറിയിക്കാനുള്ളത് കൊണ്ട് തന്നെ നീണ്ട ഒരു സംസാരത്തിലേക്ക് ആഗ്രഹിക്കാതെ ഈ ഉമ്മത്തിന് ഒരു അഭയകേന്ദ്രമായി നമ്മുടെ മുന്നിൽ ആത്മീയമായ നേതൃത്വം നൽകി പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ റബ്ബിന്റെ ഖലാഹ് പ്രകാരം അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി ആ മഹാനായ ഖുർറത്തു സാദാത്ത് പറഞ്ഞാലും എഴുതിയാലും തീരാത്ത ഒരു ജീവിതത്തിന്റെ ഉടമയാണ് മഹാനവറുകൾ. അവിടുത്തെ വഫാത്ത് കഴിഞ്ഞ നിമിഷം മുതൽ ഇന്ന് വരെ അവിടുത്തെ സാന്നിധ്യത്തിൽ വരുന്ന മുഅ്മിനീങ്ങൾ, രാപ്പകൽ വ്യത്യാസമില്ലാതെ എത്തിച്ചേരുന്ന മുഅ്മിനീങ്ങൾ, അതൊക്കെ ആ മഹാനിൽ നിന്ന് കിട്ടിയ ഫലങ്ങളുടെ അനുഭവസ്ഥരാണ്. അത് എക്കാലവും പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അത്തരത്തിലുള്ള മഹത്തുക്കൾ അല്ലാഹു തആല ഈ ഭൂമുഖത്ത് നിലനിർത്തുകയും ആ വഴിയിലൂടെ ജനങ്ങളെ സഞ്ചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ ഖുർറത്തു സാദാത്ത് എല്ലാ വിഷയങ്ങളിലും നമുക്ക് വലിയ ധൈര്യവും ഒരു ആത്മീയമായ സ്ഥൈര്യവും നമുക്ക് നൽകിയ ഒരു മഹാവ്യക്തിത്വമാണ്. വഫാത്തിന് ശേഷവും അവിടുത്തെ മുഹിബ്ബീങ്ങളായ നമുക്ക് നിരാശകളില്ല, നമുക്ക് ഭയങ്ങളില്ല. അവിടുത്തെ ജീവിതകാലത്തിൽ കാണിച്ച സ്ഥൈര്യത്തിനേക്കാൾ എത്രയോ ഇരട്ടി ധൈര്യങ്ങളും ആത്മീയമായ സ്ഥൈര്യങ്ങളും തരാൻ കഴിവുള്ള ഒരു മഹാവ്യക്തിത്വം തന്നെയാണ് മഹാനായ ഖുർറത്തു സാദാത്ത് വരികൾ. ഇവിടെ നാം വരുന്നത് മുഴുവനും അന്ന് ജീവിതകാലത്തിൽ ഏതൊരു അതബോടെയും പ്രതീക്ഷയോടെയാണോ വന്നത്, അതിനേക്കാൾ അപ്പുറമുള്ള അതബോടെയാണ് മഹാനവറുകളെ നാം സമീപിക്കുന്നത്. അങ്ങനെയാണ് ഈമാനുള്ള ജനങ്ങൾ വിശ്വസിക്കേണ്ടതും ചെയ്യേണ്ടതും. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം തന്നെ നമുക്ക് അത്താണികളും അഭയകേന്ദ്രങ്ങളുമാണ്. ആ പാരമ്പര്യത്തിൽ തന്നെ ഉദിച്ചുവെന്ന് മഹാനായ ശൈഖുനാ വ മുർഷിദുനാ താജുൽ ഉലമാ ആ ധൈര്യത്തോടെ കാണിച്ചു തന്ന ആ പാതയിൽ ഉറച്ചു നിൽക്കുകയും ജനസമൂഹത്തെ നിർത്തുകയും ചെയ്ത മഹാവ്യക്തിത്വം. നൂറുകണക്കിലല്ല, ധാരാളം മഹല്ലത്തുകളിൽ വിഷയങ്ങൾ വരുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോ നമുക്ക് ഭയപ്പെടാറുണ്ട്, അതെങ്ങനെയാണ് പരിഹരിക്കപ്പെടുക. എന്നാൽ മഹാനായ ഖുർറത്തു സാദാത്തിന്റെ വരവ് കൊണ്ട് തന്നെ അവിടുത്തെ സംസാരങ്ങളോ ദുആകളോ ഒന്നും വേണ്ട, ആ സാന്നിധ്യത്തിൽ തന്നെ പരിഹരിക്കപ്പെട്ടത് നാം അനുഭവസ്ഥരാണ്. അത്തരത്തിലുള്ള ഒരു മഹാനെ ഇത്രയും പെട്ടെന്ന് നമുക്ക് മറയായി പോയതിലും ദുഃഖമുണ്ടെങ്കിലും ആ കർണാടകക്കാരായ ഈ ദക്ഷിണ കന്നഡ ജില്ലക്കാരായ നമുക്ക് എപ്പോഴും വന്നു കാണാനും ആത്മീയമായ ചൈതന്യമെടുക്കാനും സാധിക്കുന്ന രൂപത്തിൽ നമ്മുടെ അടുത്ത് തന്നെ മഹാനവരോട് ശ്രമിക്കുന്നത് നമുക്ക് വലിയ ആശ്വാസമാണ് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി മഹാനായ ഖുർറത്തു സാദാത്തിന്റെ വലിയ തർബീയത്തിലായി, അവിടുത്തെ നിയന്ത്രണത്തിലായി വിനീതനായ ഞാൻ 18 വർഷക്കാലം ഒരു സ്ഥാപനത്തിന്റെ ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്. ഏത് പ്രതിസന്ധി വരുമ്പോഴും ആ മഹാനായ തങ്ങൾ ഉസ്താദിന്റെ മുന്നിൽ നമ്മുടെ സ്ഥാപനങ്ങളെ വിഷയങ്ങൾ പറയുമ്പോൾ വലിയ ധൈര്യം പകർന്ന ഒരു നേതൃത്വം. നിങ്ങൾക്കൊക്കെ അറിയാം, മഹാനായ TH ഉസ്താദ് അല്ലാഹു ദർജ ഉയർത്തിക്കൊടുക്കട്ടെ, ആ ഉസ്താദ് തുടങ്ങി തന്ന സ്ഥാപനം 2008 ഉസ്താദിന്റെ വഫാത്ത് വന്നപ്പോ നാമൊക്കെ വലിയ ഭയത്തിലായി. ആ സമയത്ത് ആ സ്ഥാപനത്തിന് നേതൃത്വം ഏറ്റെടുത്തത് ഖുർറത്തു സാദാത്ത് തങ്ങളായിരുന്നു. അങ്ങനെയുള്ള ദീർഘമായ 18 വർഷക്കാലം തങ്ങൾ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം സേവനം ചെയ്യാൻ
തൗഫീഖ് ലഭിച്ച ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ഈ മഹത്തായ പരിപാടിയിൽ ആ സ്ഥാപനത്തിന്റെ എല്ലാവിധ സന്തോഷങ്ങളും അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഒരു മഹത്തായ സുന്നി പ്രസ്ഥാനം SYS എന്ന് പറയുന്ന ഒരു മഹത്തായ കൂട്ടായ്മ താജുൽ ഉലമ ആശീർവദിച്ചത് ഖുർറത്തുസ് സാദാത്ത് ധൈര്യം നൽകിയത് ആ SYS ഈസ്റ്റ് ജില്ലയുടെ എല്ലാവിധ സന്തോഷങ്ങളും അഭിവാദ്യങ്ങളും ഈ മഹത്തായ പരിപാടിക്ക് നേർന്നുകൊണ്ട് അവസരത്തിന് നന്ദി രേഖപ്പെടുത്തി വാക്കുകൾക്ക് വിടാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.